ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോം കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് 3 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സിലബസിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ 4 ഏരിയകളായിട്ടാണ് വരുന്നത്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന അർത്ഥമാണ്. അപ്പോൾ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പിന്നീട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ആൻഡ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ലോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ജസ്റ്റ് ആ ഭാഗം ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വരുന്ന മേജർ ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ. ഡിബഞ്ചർ റിഡംഷന് 6 മെത്തേഡ്സുകളാണ്. ഇവിടെ ഓരോ മെത്തേഡും എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസുമാണ് അറിയേണ്ടത്. ഫസ്റ്റ് മെത്തേഡ് വരുന്നത് ലംസം മെത്തേഡാണ്. അപ്പോൾ എന്താണ് ലംസം പേയ്മെൻറ്റ് മെത്തേഡ്, അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. സെക്കൻഡ് മെത്തേഡ് വരുന്നത് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. എന്താണ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. തേർഡ് മെത്തേഡ് വരുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. ഇവിടെ പ്രോബ്ലംസ് സിലബസിൽ പറയുന്നില്ല, ഓൺലി തിയറി എന്നാണ് സിലബസിൽ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നും അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് മെത്തേഡുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഈ ഒരു മെത്തേഡിന് മാത്രം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല പ്രാധാന്യം നൽകുക. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷന് വേണ്ടി ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താണെന്നും അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് മെത്തേഡുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസും നിർബന്ധമായിട്ടും പഠിക്കാം. നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. ആ മെത്തേഡ് എന്താണ് മാത്രം എന്ന് മനസ്സിലാക്കുക. ദെൻ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റാണ്. ഈ മെത്തേഡ് പ്രകാരം വരുന്ന 2 പ്രധാനപ്പെട്ട ടേമുകളാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനും അതുപോലെ തന്നെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും. അപ്പോൾ എന്താണ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഇൻ ഓപ്പൺ മാർക്കറ്റ്? ഒരു കമ്പനി അവരുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാണ്. അതിൽ എക്സ് ഇൻട്രസ്റ്റിന് ആവാം, അത് കം ഇൻട്രസ്റ്റിനാവാം. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻട്രസ്റ്റ് എന്നാണ്, കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് തിയറിക്കും പ്രോബ്ലത്തിനൊക്കെ സാധ്യത കൂടുതലുള്ളത്. എക്സ് ഇൻട്രസ്റ്റ് എന്താണ് തിയറി അറിയണം, കം ഇൻട്രസ്റ്റ് എന്താണ് അറിയണം, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നിർബന്ധമായിട്ടും അറിയണം. അപ്പോൾ ഇത് 3 മാർക്കിനും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം 5 മാർക്കിനും വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മെത്തേഡാണ് കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, നമ്മൾ പുതിയ ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഡിബഞ്ചറായിട്ടോ കൺവേർട്ട് ചെയ്യുക. ആ മെത്തേഡ് ജസ്റ്റ് അതെന്താണ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, DRR എന്താണെന്നും കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡിബഞ്ചർ, അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന നെക്സ്റ്റ് ഏരിയയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഡിബഞ്ചർ പറഞ്ഞ പോലെ തന്നെയാണ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. ഒരു പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനുള്ള പ്രൊവിഷൻ, കണ്ടീഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ സോഴ്സ് യൂസ്ഡ് ഫോർ റിഡംഷൻ, റിഡംഷൻ്റെ മെത്തേഡാണ്. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനുള്ള മെത്തേഡ്, സോഴ്സുകൾ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഡിബഞ്ചറിൽ DRR ആണ്, ഷെയറിൻ്റെ കേസിൽ എഴുതുമ്പോൾ അത് CRR ആയിരിക്കും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് അതെന്താ അറിയുക, ഇതുമായി ബന്ധപ്പെട്ട റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസും. ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ എൻട്രി, അതുപോലെ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട ടേമുകൾ ഒരു 3 മാർക്കിന്, അങ്ങനെ ഒരു 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഏരിയ വരുന്നത് ബോണസ് ഷെയർ ആണ്. ഒരു കമ്പനിക്ക് നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ അബ്നോർമൽ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിനാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബോണസ് ഷെയർ? തിയറിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ഏരിയയാണ്. എന്താണ് ക്യാഷ് ബോണസ്, എന്താണ് ക്യാപിറ്റൽ ബോണസ്, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ അതുപോലെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ്, സർക്കംസ്റ്റാൻസസ്. ഈ ഒരു ഭാഗം നല്ല പ്രാധാന്യം കൊടുക്കണം. പരീക്ഷയ്ക്ക് തിയറിക്ക് നല്ല പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ബോണസ് ഷെയർ. ദെൻ ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ്. ആ ബോണസ് നമ്മൾ നൽകുന്നത് മാത്രം ജേർണൽ എൻട്രീസ് എഴുതിയാൽ മതി. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ഏരിയയാണ് ബോണസ് ഷെയർ, നല്ല പ്രാധാന്യം കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് റൈറ്റ് ഷെയർസ് ആണ്. റൈറ്റ് ഷെയർസിൻ്റെ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റൈറ്റ് ഷെയർസ്. ഒരു കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം എന്ത് ചെയ്യുന്നു, ഷെയർ നൽകാനുള്ള റൈറ്റിൻ്റെ പറഞ്ഞ പേരാണത് റൈറ്റ് ഷെയർസ്. അതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജ്, റൈറ്റ് ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കുക. തിയറിയാണ്, പ്രോബ്ലംസ് ഒന്നും അവിടെ ഇല്ല. നെക്സ്റ്റ് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലത്തിൻ്റെ ഏരിയ ആണ് വാല്യൂ ഓഫ് റൈറ്റ്. പെട്ടെന്ന് നമുക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രോബ്ലം ഏരിയ തന്നെയാണത്, വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള പ്രോബ്ലം. നെക്സ്റ്റ് ഇവിടെ വരുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതുപോലെ തന്നെ ബോണസ് ഷെയറും റൈറ്റ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. അവിടെ എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്? ബൈയിങ് ഓൺ ഷെയർ. ഒരു കമ്പനി അവരുടെ ഷെയർ തന്നെ വാങ്ങുന്നതിനാണ് ബൈ ബാക്ക്, തിരിച്ചു വാങ്ങുന്നതിനാണ് വന്നത്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ പ്രൊവിഷൻ, ഏതൊക്കെ കണ്ടീഷനിലാണ് ബൈ ബാക്ക് ചെയ്യാൻ പറ്റുക, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ഒരു ടേമും കൂടി അറിഞ്ഞിരിക്കണം, വാട്ട് ഈസ് ബുക്ക് ബിൽഡിങ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞത്, ഒന്ന് ഡിബഞ്ചർ റിഡംഷൻ ആണ്, ദെൻ പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ആണ്, ദെൻ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, വാല്യൂ ഓഫ് റൈറ്റ്, ബൈ ബാക്ക് ഓഫ് ഷെയർസ്. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് ബാങ്കിങ് കമ്പനീസ് ആണ്. ഇവിടെ അറിയേണ്ടത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ട് ഈസ് ബാങ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് നോൺ ബാങ്കിങ് അസറ്റ്, MBA എന്താണ്. പിന്നെ അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടേമാണ് എന്താണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതുപോലെ തന്നെ എന്താണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഈ 2 ടേം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഏരിയകളാണ് ഏതെല്ലാം ബുക്കുകളാണ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ 2 ബുക്കുകൾ പറയുന്നുണ്ട്, മെമ്മോറാണ്ടം ബുക്കും പറയുന്നുണ്ട്, സബ്സിഡറി ബുക്കും പറയുന്നുണ്ട്. ആ ബുക്കുകൾ അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന ഒരു ഏരിയയാണ് സ്ലിപ്പ് സിസ്റ്റം. ചിലപ്പോൾ തിയറി ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് സ്ലിപ്പ് സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് അറിഞ്ഞിരിക്കണം. പിന്നീട് നമുക്ക് 5 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ഏരിയ ആണ് റിബേറ്റ് കാണാനുള്ളത്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തിയറിയും അറിഞ്ഞിരിക്കണം, പ്രോബ്ലം അറിഞ്ഞിരിക്കണം. 5 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് റിബേറ്റ്. ദെൻ നെക്സ്റ്റ് ഏരിയ ആണ് നോൺ പെർഫോമിംഗ് അസറ്റ്, NPA. പല യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്ന ഭാഗമാണ് വാട്ട് ഈസ് NPA, എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്. അതുപോലെ തന്നെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും. അസറ്റിനെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്നും NPA ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ NPAയിൽ വരുന്നതാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഓരോന്നിനും ഓരോ പ്രൊവിഷൻ പറയുന്നുണ്ട്. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസും ഇവിടെ ഉണ്ട്. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനിയാണ്. ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്ക് കമ്പനി. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൻ്റെ
ഷെഡ്യൂളുകളും കൃത്യമായിട്ട് പഠിക്കുക. ബാലൻസ് ഷീറ്റ് അതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകളും. നമ്മൾ 100% എസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം പ്രൊഫൈൽ അക്കൗണ്ട് മാത്രമാണ് ചോദിച്ചത്. ചിലപ്പോൾ ബാലൻസ് ഷീറ്റും പാടെ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കൂടുതൽ സാധ്യത പ്രൊഫൈൽ അക്കൗണ്ട് ചോദിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രൊഫൈൽ അക്കൗണ്ടും പഠിക്കുക, ബാലൻസ് ഷീറ്റും കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 അക്കൗണ്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ഇൻഷുറൻസ് ആണ്. ഇൻഷൂററും ഇൻഷൂർഡും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ പറഞ്ഞ പേരാണ് ഇൻഷുറൻസ്. അതിൻ്റെ ഭാഗമായിട്ട് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, 2 ഇൻഷുറൻസ് ആണുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസും തന്നെയാണ് ജനറൽ ഇൻഷുറൻസ് ആണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ഒരുപാട് പോളിസികൾ പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പോളിസികൾ തിയറി ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ആനുറ്റി എന്താണ്, സറണ്ടേഴ്സ് എന്താണ്, ഡബിൾ ഇൻഷുറൻസ് എന്താണ്, റീ ഇൻഷുറൻസ് എന്താണ്, റിവിഷണറി ബോണസ് എന്താണ്. കഴിഞ്ഞ 2 തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനും റിപ്പീറ്റ് വന്ന ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ റിവിഷണറി ബോണസ്. ആ ടേമിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുക. പിന്നീട് ഇവിടെ ഫൈനൽ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് കമ്പനി, ബാങ്കിൻ്റെ ഫൈനൽ അക്കൗണ്ട് പറഞ്ഞപ്പോൾ തന്നെ അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെയും ഫൈനൽ അക്കൗണ്ട്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ റവന്യൂ അക്കൗണ്ട്, അതായത് അവരുടെ പ്രൊഫൈൽ അക്കൗണ്ട് മാത്രമാണ് ചോദിച്ചത്. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഫൈൽ അക്കൗണ്ടിന് പറഞ്ഞ പേര് റവന്യൂ അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ബാലൻസ് ഷീറ്റും പഠിച്ചു വെക്കുക. ചിലപ്പോൾ കംപ്ലീറ്റ് ഫൈനൽ അക്കൗണ്ട് വരും, ചിലപ്പോൾ റവന്യൂ അക്കൗണ്ട് മാത്രമേ വരുള്ളൂ. കഴിഞ്ഞ വർഷം റവന്യൂ അക്കൗണ്ട് മാത്രമാണ് വന്നത്. അപ്പോൾ ഒരു ഏരിയ ബാങ്കിങ് ആണ്, മറ്റൊരു ഏരിയ ഇൻഷുറൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഇവിടെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? അതുപോലെ തന്നെ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ് ലാബിലിറ്റി കണ്ടെത്താൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അയാൾക്ക് പറഞ്ഞ പേരാണ് ആക്ച്വറി. അയാൾ നടത്തുന്ന ആ പ്രോസസ്സിന് പറഞ്ഞാണ് ആക്ച്വറിയൽ വാല്യുവേഷന്. ഈ ആക്ച്വറിയൽ വാല്യുവേഷന് ഒരു ബാലൻസ് ഷീറ്റിലാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് കാണിക്കുക. ആ ബാലൻസ് ഷീറ്റിന് പറഞ്ഞ പേരാണിത്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? അതിൻ്റെ പ്രോബ്ലം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ഉണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ഏരിയയാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനും കൂടിയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് 4th മൊഡ്യൂളാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ഹോൾഡിംഗ് കമ്പനി, എന്താണ് സബ്സിഡറി കമ്പനി. കൃത്യമായിട്ട് ആ ടേമുകൾ അറിഞ്ഞിരിക്കണം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും കമ്പൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ കൈവശം വന്നാൽ എ ഹോൾഡിംഗ് കമ്പനിയാണ്, ബി എന്താണ് സബ്സിഡറി കമ്പനിയാണ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. നെക്സ്റ്റ് ഇവിടെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ NCI, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. മുമ്പൊക്കെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് NCI? അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസ്, എന്താണ് നെഗറ്റീവ് ഗുഡ് വില്ല്, ആ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം വളരെ എളുപ്പമാണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ഏരിയ നമ്മൾ പറഞ്ഞു. ഒരു ഏരിയ ബാങ്കിങ്ങിൻ്റെ ഫൈനൽ അക്കൗണ്ട്, കൂടുതലും പ്രൊഫൈൽ അക്കൗണ്ട് വരാനാണ് സാധ്യത. പിന്നെ ഇൻഷുറൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരിക്കലും ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് 5th മൊഡ്യൂളാണ്. 5th മൊഡ്യൂള് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്
IFRSുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ 6 സ്റ്റാൻഡേർഡുകളാണ് വരുന്നത്. ഈ 6 സ്റ്റാൻഡേർഡുകളും എന്താണെന്ന് അറിയാം. കൂടുതലും തിയറിക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ പ്രാധാന്യം, പ്രോബ്ലത്തിന് അത്ര പ്രാധാന്യമില്ലാത്ത ഒരു മൊഡ്യൂളാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് അക്കൗണ്ടിങ് ഫോർ ബേസിക് ആൻഡ് ഡൈല്യൂട്ടഡ് EPS ആണ്. EPS കാണാനും അതുപോലെ തന്നെ ഡൈല്യൂട്ടഡ് EPSും. അപ്പോൾ എന്താണ് EPS, ഏർണിംഗ് പെർ ഷെയർ എന്താണ്, ഹൗ ടു കാൽക്കുലേറ്റ് അല്ലേ, നെറ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതാണ് EPS കാണാനുള്ള ഇക്വേഷന്. അതുപോലെ തന്നെ എന്താണ് ഡൈല്യൂട്ടഡ് EPS, അത് കാണാനുള്ള ഇക്വേഷനും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഈ ഒരു ഏരിയക്കാണ്. ഇന്ത്യൻ AS 34-ലും IAS 33-ലാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. ഇന്ത്യൻ AS 108-ലാണ് എന്താണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ AS 10 ആണ്. അതിൽ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24-ഉം ഇന്ത്യൻ AS 24-ലുമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രതിപാദിക്കുന്നത്. ദെൻ അക്കൗണ്ടിംഗ് പോളിസീസ് ചേഞ്ച് ആണ് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ്. ഈ ഒരു സ്റ്റാൻഡേർഡ് IAS 8-ഉം ഇന്ത്യൻ AS 8-ലുമാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്, ഇന്ത്യൻ AS 34-ലാണ്. അപ്പോൾ 6 സ്റ്റാൻഡേർഡുകളാണ് ഈ ഒരു ഭാഗത്ത് വന്നത്. ഇവിടെ പ്രോബ്ലംസ് ഒന്നുമില്ല, തിയറിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ 5 മൊഡ്യൂളിൻ്റെ കാര്യങ്ങളും അതിൽ വരുന്ന പ്രോബ്ലം, തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. essay വരാൻ സാധ്യത പ്രോബ്ലംസ് ഒന്ന് ബാങ്കിങ്ങിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്, ഒന്ന് ഇൻഷുറൻസിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ്, ഒന്ന് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഒരു തിയറിയും വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം തിയറി വന്നത് എന്താണ്, സിങ്കിങ് ഫണ്ടിൻ്റെ ജേർണൽ എൻട്രി ആണ്. ഓക്കെ, താങ്ക് യു.